ലോകത്തിലെ എല്ലാവരും ഒരു കള്ളം വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സത്യമാകണമെന്നില്ലല്ലോ. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. എല്ലാ കുഞ്ഞുങ്ങളുടെയും സിലബസിനകത്ത് വളരെ ആധികാരികതയോടുകൂടെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഞാനും പഠിച്ചിട്ടുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ടാകും. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ് ആയിരുന്നു എന്നുള്ളത്. നമുക്കിന്നറിയാം അത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടത് സത്യമാകണമെന്നില്ല. 2020 കാലഘട്ടത്തിലൊക്കെ കോവിഡ് വളരെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. എല്ലാവരും ആ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരിക്കകത്ത് മരണഭയത്തോടു കൂടെ ആയിരുന്നൊരു സമയമുണ്ട്. അതിൻ്റെ കാഠിന്യത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ചർച്ചയായിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അതും കേരളത്തിൽ, ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഞാഞ്ഞൂലിനെ പോലെ ഇരിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടർ വന്ന് പറഞ്ഞു, ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാപ്രശ്നത്തിന് എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ഹോമിയോയിൽ മരുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിഡിനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രതിരോധ മരുന്നായിട്ട് അദ്ദേഹം ഒരു ഹോമിയോ മരുന്ന് സജസ്റ്റ് ചെയ്തപ്പോൾ തുടക്കത്തിൽ കേരള ഗവൺമെൻറ്റും ആരോഗ്യ മേഖലയും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് കൊണ്ട് വന്ന് അവരെ ആശയക്കുഴപ്പത്തിലാക്കരുത്, മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വായടച്ചു. പക്ഷെ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷനകത്ത് 100% ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഈ കോവിഡിന് ഇദ്ദേഹം പറയുന്ന മരുന്ന് നൽകാമെന്ന് ഒരു കോടതി വിധി ഉത്തരവുണ്ടായി. അപ്പോഴാണ് ഗവൺമെൻറ് വന്ന് പറയുന്നത്, കോവിഡ് പ്രതിരോധിക്കാൻ ഹോമിയോയിലെ ഈ പറയുന്ന കാര്യം ഉപയോഗിക്കാം, താല്പര്യമുള്ളവർ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ സമയത്ത് ഒത്തിരി സന്നദ്ധ പ്രവർത്തകർ ഈ ഹോമിയോയുടെ പ്രിവെൻഷൻ മരുന്ന് ഒത്തിരി പേർക്ക് ഫ്രീ ആയി കൊണ്ടുപോയി കൊടുത്തു. അത് ഈ ഒരൊറ്റ വ്യക്തിയുടെ ഫൈറ്റിംഗ് ആണ്. അന്ന് മറ്റുള്ള ഹോമിയോ ഡോക്ടേഴ്സ് പോലും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി, വിമർശിച്ചു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് ഹോമിയോ കഴിച്ച ആർക്കും കോവിഡ് വന്നിട്ടില്ല. ഞാൻ അതിന് ജീവിക്കുന്ന എക്സാമ്പിളാണ്. ഞാനും എൻ്റെ കുടുംബവും കോവിഡ് സമയത്ത് മറ്റു മരുന്നുകളൊന്നും കഴിച്ചില്ല, കോവിഡിൻ്റെ വാക്സിനേഷൻ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ആ കാലഘട്ടം സർവൈവ് ചെയ്തത് ഹോമിയോ പ്രിവെൻഷനിലൂടെ തന്നെയാണ്. ഈ പറയുന്ന ഡോക്ടർ എൻ്റെ അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ ലോകം മുഴുവൻ എതിർത്താലും സത്യം എപ്പോഴും സത്യമാണ്. സത്യം പറയുന്നവരെ തുടക്കത്തിൽ ആൾക്കാരെല്ലാം ചവിട്ടി തേക്കും, മണ്ടനാന്ന് പറയും, പൊട്ടനാന്ന് പറയും, ദുരുപദേശകനാണെന്ന് പറയും. അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷൻ കറക്റ്റാണെന്ന് പിന്നെ ഗവൺമെൻറ്റിനും കോടതിക്കും സമ്മതിക്കേണ്ടി വന്നു.